തിരുവനന്തപുരം വർക്കലയിൽ കേരള എക്സ്പ്രസിൽ നിന്ന് മദ്യപൻ തള്ളിയിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ശ്രീകുട്ടി ചികിത്സയിലുള്ളത്. ചികിത്സ സംബന്ധിച്ച് ഡോക്ടേഴ്സ് വിവരങ്ങൾ കൈമാറുന്നില്ലെന്ന് ശ്രീകുട്ടിയുടെ മാതാവ് പ്രിയദർശിനി 24-നോട് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകിച്ച് ഇന്നതാണ് ചെയ്തത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും ഒരു ബോർഡ് രൂപീകരിച്ചിട്ട് ഇത്രയും ചെയ്തു എന്നുള്ളതിന് അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറെയും മീറ്റ് ചെയ്തിട്ടില്ല, ഒരു ഡോക്ടർ എന്നെ മീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. എൻ്റെ കുട്ടിയെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം 1.5 മണിക്ക് ശേഷം അല്ലെങ്കിൽ 2 മണിക്ക് ശേഷം എൻ്റെ കുട്ടീനെ ആരും കണ്ടിട്ടില്ല. ജന്നി വരാതിരിക്കാനും പിന്നെ അവൾക്ക് ചെറിയ പനിയുണ്ട്, അതിൻ്റെയും മരുന്ന് അവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കുടുംബത്തിന് എനിക്ക് അനുഭവം വന്നതുകൊണ്ടാണ് എനിക്ക് തൃപ്തിയല്ല, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് ഇനി എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ള പേടി. അത് എൻ്റെ പേടി, എൻ്റെ അനുഭവം, അതാണ് എൻ്റെ പേടി. പ്രതി സുരേഷ് കുമാറിനെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും വിവരങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് മേഘന മുരളി ചേരുകയാണ്. മേഘന, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ആരോഗ്യനിലയെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ദിലീപ് കുമാർ, പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് വൃത്തങ്ങളും പറയുന്നത്. അതിൽ ഒരു അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ ഇപ്പോഴും ആവില്ല. ഈ മെഡിക്കൽ കോളേജിലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ICUവിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളത്. അതിൽ തലയ്ക്ക് കാര്യമായ ക്ഷതമുണ്ട്. അത് ഭേദമാകാൻ കുറച്ചുകൂടി സമയമെടുക്കും, ദിവസങ്ങൾ എടുക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. കൂടാതെ ഈ തലയ്ക്കേറ്റ മുറിവുകൾ മോശം സ്ഥിതിയിലേക്കാവാനുള്ള ഒരു സാധ്യത കൂടുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. കൂടാതെ ഈ ശ്വാസകോശത്തിന് ചതവുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് പെൺകുട്ടി ഇപ്പോൾ ശ്വാസം എടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ സാധ്യമായതെല്ലാം ചെയ്യുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ പെൺകുട്ടിയുടെ അമ്മ ഇപ്പോഴും ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ തൻ്റെ ഈ രോഗവിവരങ്ങൾ ശരിയായ രീതിയിൽ അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ള കാര്യം അമ്മയെ ശരിയായ രീതിയിൽ അറിയിക്കുന്നില്ല എന്ന രീതിയിൽ ഒരാശങ്ക പങ്കുവയ്ക്കുന്നു. പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അത് സാധ്യമായതൊക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ ഉടൻ ഒരു മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ കാണും. കൂടാതെ അമ്മയടക്കം വിവരങ്ങൾ അറിയിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴും അപകടനില തരണം ചെയ്തു എന്ന് പറയണമെങ്കിൽ 24 മണിക്കൂർ കൂടി കഴിയണമെന്നുള്ളതാണ്. കൂടാതെ ഈ തലയ്ക്ക് കാര്യമായ ക്ഷതമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ എടുത്ത് മാത്രമേ ശ്രീകുട്ടി പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അത് സമയമെടുത്ത് ഭേദമാകേണ്ട ഒരു പ്രശ്നമാണ്. നേരത്തെ ഇന്നലെയൊക്കെ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നമൊക്കെ ഇപ്പോൾ ഭേദമാകുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രതി സുരേഷ് കുമാർ ഇപ്പോൾ റിമാൻഡിലാണ്. അതിൽ പോലീസ് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളതാണ് അറിയുന്നത്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. കൂടാതെ ഈ സംഭവ സ്ഥലത്ത് അടക്കം എത്തിച്ച തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ആ രീതിയിൽ പോലീസും അന്വേഷണ സംഘവും ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകുമെന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും മെഡിക്കൽ ബോർഡ് യോഗം ഉടൻ തന്നെ ചേരും. അതിനുശേഷം ഈ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരും മാധ്യമങ്ങളോടക്കം ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം വിശദീകരിക്കുമെന്നും അറിയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.